ചോദ്യപേപ്പർ ചോർച്ച വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 അധ്യാപകർ കസ്റ്റഡിയിലായി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ജിഷ്ണു, ഫഹദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, വലിയ വിവാദമായൊരു വിഷയമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച കേസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഭാവി വരെ അനിശ്ചിതത്വത്തിലാകുന്ന രീതിയിലായിരുന്നു MS സൊല്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു എന്നറിയുന്നു. എപ്പോഴായിരുന്നു ഈ ഒരു നീക്കം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഈ ചോദ്യപേപ്പർ ചോർച്ച സംഭവം നടന്നിട്ട് 2 മാസത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർത്തിയ ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആളുകളിലേക്ക് എത്തിച്ചു എന്ന ആരോപണം നേരിടുന്ന 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒരാൾ മലപ്പുറം സ്വദേശിയാണ്, മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിയാണ്. രണ്ടുപേരോട് നേരത്തെ തന്നെ ചോദ്യം ചെയ്യലൊക്കെ ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇരുവരും ഹാജരായിരുന്നില്ല. അതേസമയം തന്നെ MS സൊല്യൂഷന്റെ ഉടമയായിട്ടുള്ള കേസിലെ 1-ാം പ്രതി ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഹൈക്കോടതി നേരത്തെ ഷുഹൈബിന്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരെ, ഫഹദ്, ജിഷ്ണു എന്ന് പറയുന്ന MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ച് സംഘവുമായി അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന് തെളിവുകളാവുന്ന അല്ലെങ്കിൽ കേസിന് മുന്നോട്ടേക്ക് നയിക്കുന്ന എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഇവരിൽ നിന്ന് ലഭ്യമാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള കേസിലെ 1-ാം പ്രതി ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. നേരത്തെ ഇവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നേടി കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിക്കുകയും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയെ തള്ളുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കേസിൽ 3 പ്രതികളാണ് ഉള്ളത്. നേരത്തെ മറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനക്കാരെയൊന്നും കേസിൽ ഉൾക്കൊള്ളിക്കാത്തതിനെ വലിയ രീതിയിൽ കോടതി വിമർശിച്ചിരുന്നു. അതായത് MS സൊല്യൂഷൻസിലെ CEO ഷുഹൈബ് മാത്രം വിചാരിച്ചാൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ലല്ലോ, വിദ്യാഭ്യാസ വകുപ്പല്ലേ ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ, അവരിലെ ആളുകളൊന്നും എന്താ കേസിലെ പ്രതിയാവാത്തത് എന്നതിനെ സംബന്ധിച്ച വിമർശനങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കേസ് മുന്നോട്ടേക്ക് പോകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ ഈ ഡിസംബർ 11-ാം തീയതി തന്നെ പറഞ്ഞിരുന്നെങ്കിലും കേസിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ, അവരുടെ മൊഴിയെടുക്കാൻ സാധിക്കാതെ ഒന്നും ചെയ്തിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുത്തതിന് ശേഷവും വലിയ പുരോഗതി ഉണ്ടാവാത്തൊരു സാഹചര്യം. ഈ 3 പേർക്കും, ഷുഹൈബിനും ഫഹദിനും ജിഷ്ണുവിനും ഒക്കെ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിനും ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും മൂവരും മാറി നിന്നുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 2 അധ്യാപകരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 2 അധ്യാപകർ അറസ്റ്റിലാകുമ്പോൾ അല്ലെങ്കിൽ പിടിയിലാകുന്നതോടെ ഈ ഷുഹൈബിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം, ഇവർ ഒളിവിൽ പോയതിനു ശേഷം ഇവരിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഓഫാണ്. ഈ ATM ഉപയോഗിച്ചുകൊണ്ട് പണം വിഡ്രോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയാണ് അവരിപ്പോൾ ഒളിവിൽ കഴിയുന്നത്. ഷുഹൈബിന് ഇപ്പോൾ കോടതിയുടെ തന്നെ ഒരു പരിരക്ഷയുണ്ട്. അതായത് അടുത്ത തവണ കേസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന നാൾ വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉപാധി ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഷുഹൈബിന്റെ അറസ്റ്റ് ഉണ്ടാവില്ല. ഒരു പക്ഷേ എടുക്കാം, ചോദ്യം ചെയ്യാം, മൊഴിയെടുക്കാം, വിട്ടയക്കാം എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും സാധ്യതയൊന്നുമില്ല. പക്ഷേ പ്രതികൾ ആസൂത്രിതമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെളിവ് ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി അല്ലെങ്കിൽ ചോർത്തി എന്ന് പറയുന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ 2 അധ്യാപകരാണ്. ആദ്യം ഷുഹൈബ് ചോദ്യം പറയുന്നു, പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വശങ്ങളിലേക്ക് ഈ 2 അധ്യാപകർ കടക്കുന്നു. അങ്ങനെയാണ് 3 പേരെ മൊഴിയെടുക്കലിന് ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ചോർച്ച സംഭവിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി, യൂട്യൂബ് ചാനൽ വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച 2 അധ്യാപകരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഷുഹൈബിലേക്ക് എത്താനുള്ള ദൂരം കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ, അതായത് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് ചോർത്തിയതെങ്കിൽ അതിൽ ഈ 2 അധ്യാപകർക്ക് സ്വാഭാവികമായിട്ട് പങ്കുണ്ട് എന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഈ 3 പേരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംഘത്തിന് സംശയമാണ്. അതെന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. കൃഷ്ണരാജ്, എന്തായാലും ഇതിന് മൊഴിയെടുപ്പ് ആവശ്യമാണ്. കൂടുതൽ പേര് ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷുഹൈബിലേക്കുള്ള ദൂരം ഇനി എത്രയാണ് എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്.